കേരള ചരിത്രത്തിൻ്റെ ഇന്നലകളെ അവിസ്മരണീയമാക്കിയ അറക്കൽ രാജകൊട്ടാരത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ സോളാർ യാത്രയിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. ആലിരാജയും അറക്കൽ ബീവിയുമെല്ലാം ഒരു സുവർണകാലത്തിൻ്റെ ഓർമ്മകളായി നിലനിൽക്കുന്ന ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകളാണ് ഇവിടെ കാണുന്ന ഓരോ കാഴ്ചകളും. ഒട്ടേറെ പടയോട്ടങ്ങൾക്കും പിടിച്ചെടുക്കലുകൾക്കും പടനായകന്മാരുടെ ആതിഥേയത്വത്തിനും ഈ കൊട്ടാരം സാക്ഷിയായിട്ടുണ്ട്. പള്ളിവാളും പടച്ചട്ടയമണിഞ്ഞ പടനായകന്മാരോടൊപ്പം ഒട്ടേറെ രാജാക്കന്മാർ ഈ കൊട്ടാരത്തിൽ ഇരുന്നെത്തിയിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ നാൽക്കവലകളിൽ 1000 കഥ പറയുന്ന മുതുമുത്തശ്ശിയാണ് ഇന്ന് അറക്കൽ കൊട്ടാരം. ഇവിടുത്തെ കാഴ്ചകൾക്ക് വിരാമമിട്ട് നമുക്ക് സോളാറിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. തളിപ്പറമ്പ് ഹിദായത്ത് നഗറിൽ സൈനുദ്ദീൻ ഖാൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് സോളാർ യാത്രയിൽ ഉള്ളത്. സൈനുദ്ദീൻ ഖാൻ വിദേശത്ത് ദുബൈയിലാണുള്ളത്. അദ്ദേഹം ഈ കാണുന്ന ക്യാമറയിൽ നമ്മോട് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. സൈനുദ്ദീൻ ഖാൻ പറഞ്ഞോളേ. വലൈക്കും അസ്സലാം. ഞാന് ദുബൈയിലാണുള്ളത് ഇപ്പോഴ്. പിന്നെ ഞാന് 5 വർഷത്തോളായി സോളാറുമായിട്ട് ഞാൻ കുറെ പഠനം നടത്തി. പല കമ്പനിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടു, കുറെ കൊട്ടേഷൻ എടുത്തു. പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫൈ ആയില്ല. പക്ഷെ പേയ്മെന്റ് എന്ന സോളാർ കമ്പനിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോ അവര് നല്ലൊരു പോസിറ്റീവ് കമന്റ്സും പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയത്. ആദ്യ ബില്ല് 238 വന്നു. രണ്ടാമത്തെ ബില്ല് ഇപ്പം 360 അങ്ങനെ വന്നിട്ടുണ്ട്. അത് അടക്കണം. പിന്നെ അതുപോലെ സബ്സിഡി കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ എല്ലാ ഭാഗങ്ങളും നേരുന്നു നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങളെ ഒഫീഷ്യൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആയാലും അതുപോലെ അൻവർ വളരെ ഏത് സമയത്ത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാല് മൂപ്പര് അതിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നീക്കുകയും മൂപ്പര് ഒരു ഹെൽപ്പ് എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈവൺ ഒരു ടൈൽ എടുത്തിട്ട് അതിന്റെ കാര്യങ്ങൾ എടുത്ത് ചെയ്യാൻ പോലും ശരിയായിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണെന്ന് എനിക്ക് ബോധ്യമായി. കാരണം നിങ്ങളെ പണിയിൽ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജോലിയല്ല എന്ന് പറഞ്ഞിട്ട് പോകാലോ. അതൊന്നുമല്ല, എല്ലാം വളരെ വളരെ ഇതാണ്. നമ്മളെ ഭാഗത്ത് തീർച്ചയായിട്ടും ഞങ്ങള് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഉൾപ്പെടുന്നതാണ്. അല്ല, 30 വർഷമായിട്ടേ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. നിങ്ങളെ 30 വർഷം മുമ്പ് വിദേശത്ത് പോയിട്ടേ ഒന്ന് കത്ത് എഴുതി ആ കത്ത് നാട്ടിൽ കിട്ടി. നാട്ടിൽ നിന്ന് അതിന് തിരിച്ച് അങ്ങോട്ടൊരു കത്ത് കിട്ടി. ആ വിവരങ്ങൾ അറിയാനുള്ള ഒരു കാലതാമസം ഉണ്ടായിരുന്നല്ലോ. എന്നാലിപ്പോൾ അതെ 30 വർഷം മുമ്പ് നിങ്ങൾ ആ പ്രവാസ ജീവിതം നയിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് എത്ര ടെക്നോളജി നമ്മെ കൊണ്ടെത്തിച്ച മാറ്റം. ഞാനതാണ് ഇവിടെ ഇങ്ങനെ ആലോചിച്ചത്. ഞങ്ങൾ വരുന്നത് അതെ നിങ്ങൾ ക്യാമറയിലൂടെ ഞങ്ങൾ വരുന്നത് കാണുന്നു. പെട്ടെന്ന് നിങ്ങൾ സലാം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടു പോയി, എവിടുന്നപ്പോൾ ഈ സൗണ്ട് എന്നുള്ളത്. അപ്പോൾ ടെക്നോളജി എത്രമാത്രം വളർന്നിട്ടുണ്ട്. അപ്പോൾ ടെക്നോളജി നമ്മൾ എപ്പോഴും സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ സൗകര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ നമുക്ക് പടച്ചുന്ന അനുഗ്രഹങ്ങളാണല്ലോ. എന്തായാലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വലിയ സന്തോഷം ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന്.